കാലവും കാലഘട്ടവും കടന്നു പോവുകയാണ്. 2026 അത് വെറും ഒരു ലോകകപ്പ് പര്യവസാനത്തിനപ്പുറം ഇനി അവരുടെ കാൽപന്തഴകും ഓർമ്മകളിലേക്ക് ബാക്കിയാകും. ഓരോ ലോകകപ്പ് കാലവും ലോകത്തെ ഒരു കാൽപന്തിന് പിന്നാലെ സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്ന മായാജാലം അവർ തീർത്തതാണ്. 41-കാരൻ റോണോയ്ക്ക് ഇനി ഒരു വിശ്വവേദിയിലേക്ക് മനസ്സും ശരീരവും പാകപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ്. ആ പോർച്ചുഗൽ സാമ്രാജ്യത്തെ ലോകത്തോളം ഉയരം താണ്ടിയ CR7 കാൽപന്തിനോടടങ്ങാത്ത പ്രണയം തീർത്തവരിൽ പ്രധാനിയാണ്. ബ്രസീൽ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ പരദീസിയായ ഒരു മനുഷ്യനുണ്ട്. ലഹരിയായ ഫുട്ബോളിനൊപ്പം അയാളുടെ മാന്ത്രികതയും സമം ചേർത്ത് ആ ജനതയുടെ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ പരിക്കിലൊരു പ്രതിഭയെ വിധി തളച്ചൊരു വല്ലാത്ത കാലമാണ്. നെയ്മർ എല്ലാം അവസാനിപ്പിച്ചെന്ന് ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു. കിരീടമില്ലാത്ത ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് ചേർക്കുന്നതിനൊപ്പം അയാളിൽ ആസ്വദിച്ച മനോഹാരിതയ്ക്ക് നിറച്ചാർത്ത് നൽകാനാണ് നമുക്കിഷ്ടം. എല്ലാം വിട്ടെറിഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് ജീവിത ലക്ഷ്യങ്ങളിലേക്കുള്ള ബോധ്യത്തിൽ മെസ്സിയുടെ തിരിച്ചുവരവിൽ പൂർണ്ണനാക്കപ്പെടുന്ന ഒരു കാലവും കണ്ണിറയെ കാണാൻ നമുക്ക് കഴിഞ്ഞു. വീണ്ടും ഒരു ഫൈനൽ പോരിൽ അയാളുടെ കണ്ണു നിറയുമ്പോൾ അതാ കിരീടത്തിനപ്പുറം തനിക്ക് ചുറ്റുമൊരു കടലായ സ്വപ്നങ്ങൾ ഉയർത്തിയ ആ ജനതയെ ഓർത്താകണം. മോഡ്രിച്ചും സലയും ലുക്കാക്കുവും ഹാരി കെയ്നും കസ്മിറോയും ഒച്ചാവോയും തുടങ്ങി നമുക്കൊപ്പം സഞ്ചരിച്ച ഒരു കാലഘട്ടത്തിന്റെ പരിസമാപ്തി. 4 ആണ്ട് പിന്നിട്ട് വീണ്ടും ഒരു സ്വപ്നങ്ങളുടെ ലോകവേദി ഒരുങ്ങും. അപ്പോൾ പക്ഷേ കട്ടൗട്ടുകളിലും ഫ്ലെക്സുകളിലും മാത്രമായി ആ ഇതിഹാസങ്ങൾ ബാക്കിയാകും. ഇവരില്ലാതെ അത് ചിന്തകളിൽ ഇല്ലാത്തതെന്ന വസ്തുതയ്ക്കപ്പുറം കാൽപന്തിനോടുള്ള പ്രണയത്തിന് മങ്ങലേൽക്കുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത്. അനിവാര്യതയിൽ മാറ്റങ്ങളില്ലാതെയൊന്നും കടന്നു പോകില്ലല്ലോ. നമ്മുടെ കുട്ടിക്കാലവും യൗവനവുമെല്ലാം ഇത്രത്തോളം മനോഹരമാക്കാൻ അവർക്ക് സാധിച്ച നിമിഷങ്ങളാണ് ബാക്കി. പിന്നെ അവരെഴുതിയ ചരിത്രവും. ഒരു മെസ്സിയും നെയ്മറും CR7 ഒന്നും തലയുയർത്തി നിൽക്കാത്ത ഗ്രാമങ്ങൾ ചിന്തിക്കാനാകുന്നതല്ല. അസ്തമയങ്ങൾ ചിലതങ്ങനെയാണ്. പിറക്കാനിരിക്കുന്ന പുലരിക്കതിനോളം മാറ്റുണ്ടാകില്ലെന്നത് സത്യമാണ്.